Hello everyone, welcome to EDFIL learning. നമ്മൾ ഇന്ന് റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന മൊഡ്യൂളിലെ സൈക്കോളജിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന PYQ അനാലിസിസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ടോപ്പിക്കിൽ വരുന്നത് സെൻട്രൽ ടെൻഡൻസീസും മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനുമാണ്. അപ്പം മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസീസിൽ മീന്, മീഡിയന്, മോഡ്, കൂടാതെ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനിൽ വരുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ, വേരിയൻസ്, റേഞ്ച്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് PYQയിലേക്ക് പോകാം അല്ലേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ? 2024 ചോദിച്ച ചോദ്യമാണ്. മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ഏതൊക്കെയാണ്, തന്ന ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ബി ക്വാർട്ടൈൽ ഡീവിയേഷൻ, സി മോഡ്, ഡി വേരിയൻസ്, ഇ റേഞ്ച്. അപ്പം നമുക്ക് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. 4 ഓപ്ഷൻസ്: ABE ഓൺലി, BCD ഓൺലി, ABDE ഓൺലി, ABCD ഓൺലി. അപ്പം നമുക്ക് ഇതൊക്കെ എന്താണെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഡിസ്ക്രൈബ് ദ സ്പ്രെഡ് ഓഫ് ഡാറ്റ അറൗണ്ട് എ സെൻട്രൽ വാല്യൂ. അപ്പം ഒരു സെൻട്രൽ വാല്യൂ, മീന്, മീഡിയന്, മോഡ്, ഇതെല്ലാം തന്നെ സെൻട്രൽ വാല്യൂ ആണ്. അപ്പം ഈ പറയുന്ന സെൻട്രൽ വാല്യൂവിൻ്റെ അറൗണ്ട് ചെയ്ത് നിൽക്കുന്ന ഡാറ്റാസ് എത്രത്തോളം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു എന്നുള്ളതാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനിൽ പറയുന്നത്. ഇനി they tell us how much variation, spread, scatteredness of the data is known. That is to understand the distribution of the data. ഡാറ്റയുടെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. എത്രത്തോളം വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ സ്കാറ്റേർഡ് ചെയ്ത് കിടക്കുന്നുണ്ട് നമ്മുടെ ഡാറ്റ എന്നുള്ളതാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനിൽ പറയുന്നത്. അപ്പം ഡാറ്റേൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കുന്നതാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ വരുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇറ്റ് ഈസ് എ കോമൺ മെഷർ ഓഫ് ഡിസ്പെർഷൻ. ഡിസ്പെർഷൻ്റെ മെഷറിൽ വരുന്ന ഒരു കോമൺ മെഷറാണ് എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ആവറേജ് ഡീവിയേഷൻ ഓഫ് ഡാറ്റ പോയിന്റ്സ് ഫ്രം ദ മീൻ. മീനിൽ നിന്ന് നമ്മളുടെ ഡാറ്റ പോയിന്റ്സ് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നു അതിൻ്റെ ആവറേജ് ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോടുകൂടി ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ വേരിയൻസ്. വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ട് ആണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ എന്താണ്? സിഗ്മ. ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ ആണ് വരുന്നത് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ദിസ് മെഷർ ഓൾസോ കോൾഡ് ദ സെമി ഇന്റർക്വാർട്ടൈൽ റേഞ്ച്. ഇതിനെ നമ്മൾ എന്തും പറയും? സെമി ഇന്റർക്വാർട്ടൈൽ റേഞ്ച് എന്നും നമ്മൾ പറയുന്നുണ്ട്. ഇറ്റ് ഷോസ് ദ സ്പ്രെഡ് ഓഫ് ദ മിഡിൽ 50% ഓഫ് ദ ഡാറ്റ. നമ്മളുടെ ഡാറ്റയുടെ മിഡിൽ പാർട്ടിലുള്ള 50%. അപ്പം ഡാറ്റ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന മിഡിൽ പാർട്ടിലുള്ള അതിൻ്റെ 50% ആണ് നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഹാഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ തേർഡ് ക്വാർട്ടൈൽ ആൻഡ് ഫസ്റ്റ് ക്വാർട്ടൈൽസ്. അപ്പം Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. ഇതാണ് അപ്പം ഹാഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ തേർഡ് ക്വാർട്ടൈൽ ആൻഡ് ഫസ്റ്റ് ക്വാർട്ടൈൽ. അപ്പം തേർഡ് ക്വാർട്ടൈൽ നിന്നും ഫസ്റ്റ് ക്വാർട്ടൈൽ മൈനസ് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ്, അതാണ് എന്ത്? ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ ഫോർമുല, അല്ലെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി Q1 എന്ന് പറയുന്നത് വാല്യൂ ബിലോ വിച്ച് 25% ഓഫ് ദ ഡാറ്റ ഫോൾ ആണ്. അപ്പം നമ്മുടെ ഡാറ്റേൻ്റെ 25% താഴെ വരുന്ന വാല്യൂസ് ആണ് നമ്മൾ Q1 എന്ന് പറയുന്നത്. പിന്നെ Q3 വരുന്നത് വാല്യൂ ബിലോ വിച്ച് 75% ഓഫ് ദ ഡാറ്റ ഫോൾ. Q3 മൈനസ് Q1 അതിനെ നമ്മൾ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഡിവൈഡഡ് ബൈ 2 ഹാഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെമി ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പം QD എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് ആണ്. അപ്പം ഇതാണ് നമ്മളുടെ ക്വാർട്ടൈൽ ഡീവിയേഷൻ. അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേരിയൻസ്. അപ്പം ദ സ്ക്വയർ ഓഫ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതാണ് വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വേരിയൻസ് എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ്. ഹൗ സ്പ്രെഡ് ഔട്ട് ദ ഡാറ്റ ഈസ് ഫ്രം ദ മീൻ. അപ്പം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് പോലെ അതേ അർത്ഥത്തിൽ വരുന്നതാണ് നമ്മൾ വേരിയൻസ് എന്ന് പറയുന്നതും. എങ്കിൽ കൂടി ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് മെഷറിംഗ് ദ ആവറേജ് ഡിസ്റ്റൻസ്, നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ ആവറേജ് ഡിസ്റ്റൻസ് മീനിൽ നിന്നും എത്ര ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ആവറേജ് ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ആവറേജ് സ്ക്വയേർഡ് ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഹൗ സ്പ്രെഡ് ഔട്ട് ദ ഡാറ്റ ഈസ് ഫ്രം ദ മീൻ
ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് മെഷറിംഗ് ദ ആവറേജ് ഡിസ്റ്റൻസ് ഡയറക്ട്ലി, അപ്പം SD പോലെ ആവറേജ് ഡിസ്റ്റൻസ് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാതെ ഇറ്റ് മെഷേഴ്സ് ദ ആവറേജ് സ്ക്വയർഡ് ഡിസ്റ്റൻസ്. അതാണ് വേരിയൻസ് എന്ന് പറയുന്നത്. സിമ്പിൾ അപ്പം എന്ത് വരും? സിഗ്മ സ്ക്വയർ വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇസ് റേഞ്ച്. ഹൗ ഫാർ അപ്പാർട്ട് ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് വാല്യൂസ് ആർ ഇൻ ദ ഡാറ്റാ സെറ്റ്. അപ്പം ഒരു ഡാറ്റാ സെറ്റിലെ ലാർജസ്റ്റ് വാല്യൂവും സ്മോളസ്റ്റ് വാല്യൂവും തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ റേഞ്ചിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ സിംപ്ലസ്റ്റ് മെഷർ, അത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ് റേഞ്ച് എന്ന് പറയുന്നത്. ദ റേഞ്ച് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഇൻ ദ ഡാറ്റാ സെറ്റ്. അപ്പം ഒരു ഡാറ്റാ സെറ്റിലെ മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂവിനാണ് നമ്മൾ എന്ത് പറയുക? റേഞ്ച് എന്ന് പറയുക. കണ്ടോ, മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ. ഓക്കെ, ഇനി നമുക്കൊന്ന് ഓവറോൾ ആയിട്ട് ഇതൊന്ന് സമ്മറൈസ് ചെയ്യാം. അപ്പം മെഷർ ചെയ്താണ് റേഞ്ച് സ്പ്രെഡ് ബിറ്റ്വീൻ എക്സ്ട്രീം വാല്യൂസ് ഓൺലി. അപ്പം ഏറ്റവും ലാർജസ്റ്റും ഏറ്റവും ലോവസ്റ്റും ആയിട്ടുള്ള വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ്, അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഡാറ്റയാണ് നമ്മൾ റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാക്സിമം മൈനസ് മിനിമം വാല്യൂ. ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്പ്രെഡ് ഓഫ് ദ മിഡിൽ 50%. ഓക്കെ, അപ്പം മിഡിൽ ഡാറ്റ സ്പ്രെഡ് ചെയ്തിരിക്കുന്നതിൻ്റെ 50% ആണ് എന്ത്? ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഫോർമുല ഉണ്ട്. വേരിയൻസ് എന്ന് പറയുന്നത് ആവറേജ് സ്ക്വയർ ഡീവിയേഷൻ ഫ്രം ദ മീൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് സ്പ്രെഡ് അറൗണ്ട് മീൻ. അപ്പം ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഡിസ്റ്റൻസ് ആണ്, മീനിൽ നിന്ന് എത്ര ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോടുകൂടി ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഫോർമുലാസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻട്രൽ ടെൻഡൻസീസ് ആണ്. അപ്പം മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് സെൻട്രൽ ടെൻഡൻസി. ഇറ്റ് ഡിറ്റർമൈൻ വേർ ദ സെൻറ്റർ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓർ ആവറേജ് സ്കോർസ് ലൈ. അപ്പം ഒരു സ്കോറിൻ്റെ ആവറേജ് അല്ലെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന സെൻറ്റർ അതെവിടെയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് എന്ത്? സെൻട്രൽ ടെൻഡൻസി വരുന്നത്. അപ്പം എ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഇസ് എ സിംഗിൾ വാല്യൂ ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ വേ ഇൻ വിച്ച് എ ഗ്രൂപ്പ് ഓഫ് ഡാറ്റ ക്ലസ്റ്റർ അറൗണ്ട് എ സെൻട്രൽ ഡാറ്റ. അതൊരു സിംഗിൾ വാല്യൂ ആണ്. ഒരു സെൻട്രൽ ഡാറ്റയ്ക്ക് ചുറ്റും നമ്മളുടെ ഡാറ്റ ക്ലസ്റ്റർ ചെയ്ത് കിടക്കുക അല്ലെങ്കിൽ കൂടി ചേർന്ന് കിടക്കുന്ന അതിൻ്റെ ഒരു സെൻട്രൽ വാല്യൂനാണ് നമ്മൾ എന്ത് പറയുക? സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അപ്പം മീന്, മീഡിയന്, മോഡൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വന്നിരിക്കുന്ന സെൻട്രൽ ടെൻഡൻസീസ്. ഇനി നോക്കാം അല്ലേ, ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. മീൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻട്രൽ ടെൻഡൻസീസിലെ ഒരു മെഷറായിട്ടുള്ള മീനിനെ പറ്റിയിട്ടാണ്. ദ മാത്തമാറ്റിക്കൽ ആവറേജ് ഓഫ് എ സെറ്റ് ഓഫ് നമ്പേഴ്സ്. നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചു വരുന്ന സാധനമാണ് എന്ത്? നമ്മളുടെ മീൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കിട്ടിയ ഒരു ഡാറ്റ സെറ്റ് ഇല്ലെങ്കിൽ നമ്പേഴ്സിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ആവറേജ് ആണ് എന്ത്? മീൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പം ദ ആവറേജ് സം ഓഫ് ഓൾ വാല്യൂസ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ്. അപ്പം 1 2 3 4 5 ആണ് നമ്മളുടെ ഡാറ്റ സെറ്റ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സമ്മ് 1 + 2 + 3 + 4 + 5, പിന്നെ എത്ര നമ്പേഴ്സ് ഉണ്ട്, എത്ര ഡാറ്റാസ് ഉണ്ട്, ഇപ്പം എത്ര ഉണ്ട്? 5 ഉണ്ട്. ഡിവൈഡഡ് ബൈ 5. ഇതാണ് നമ്മളുടെ മീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വരുന്നത് used especially in economic and social studies where direct quantitative measurements are possible. ഡയറക്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ്സ് പോസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ മീൻ യൂസ് ചെയ്യാൻ പറ്റും. കൂടുതലും അത് എക്കണോമിക്, സോഷ്യൽ സ്റ്റഡീസിലൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് എന്ത്? മീഡിയൻ. ഇറ്റ് ഈസ് പ്രിഫേർഡ് മെത്തേഡ് ഫോർ ഹൈലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. ഹൈലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. സ്ക്യൂനെസ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മളുടെ നോർമൽ പ്രോബബിലിറ്റി ഇതിൽ വരാത്ത, ബെൽ കേർവ്ഡ് ഷേപ്പിൽ വരാതെ സ്ക്യൂഡ് ആയിട്ട്, വൺ ടൈൽഡ് ആയിട്ട് വരുന്നതൊക്കെയാണ് എന്ത്? സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം ഹൈലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? മീഡിയൻ. ഓക്കെ, ഇറ്റ് ഈസ് സിംപ്ലി ദ മിഡിൽ മോസ്റ്റ് ഒക്കറിങ് സ്കോർ. It is the value of the middle item of series when it is arranged in ascending or descending order of magnitude. നമുക്കൊരു ഡാറ്റ സെറ്റ് കിട്ടി എന്ന് വിചാരിക്കുക. അപ്പം ആ ഡാറ്റ സെറ്റിന് നമ്മൾ അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ആയിട്ടുള്ള ഓർഡറിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ മിഡിൽ ഐറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 1 3 4 2 5 ഇതാണ് നമ്മളുടെ ഡാറ്റ സെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് അറേഞ്ച് ചെയ്യാണ് എങ്ങനെ? 1 2 3 4 5. ഇതിൻ്റെ മിഡിൽ ഐറ്റം ആയിട്ടുള്ള 3 ആണ് എന്ത്? നമ്മളുടെ മീഡിയൻ ആയിട്ട് വരുന്നത്. ഇതൊക്കെ നിങ്ങൾ ചെറുപ്പത്തിലേ പഠിച്ചു വരുന്ന സാധനമാണ്. ജസ്റ്റ് ഒരു റിമൈൻഡർ ആയിട്ട് കൂട്ടിയാൽ മതി ഇതിനെയൊക്കെ.
ഓക്കെ, ഇതിൻ്റെ കൂടുതൽ ഫോർമുലാസ് ഒന്നും നമുക്ക് നമ്മളുടെ എക്സാമിന് അങ്ങനെ ഫോർമുല വൈസ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ആൻസർ ചെയ്യാനൊന്നും വളരെ റയറായിട്ട് ചോദിക്കാറുള്ളൂ. നമ്മൾ കൂടുതൽ തിയറി പാർട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി തേർഡ് വൺ ആണ് എന്ത്, മോഡ്. ഇറ്റ് ഈസ് ലീസ്റ്റ് യൂസ്ഡ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. സെൻട്രൽ ടെൻഡൻസിയിലെ തന്നെ ഏറ്റവും ലീസ്റ്റ് യൂസ് ചെയ്യുന്ന മെഷറാണ് എന്ത്, മോഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സിംപ്ലി ദ മോസ്റ്റ് ഒക്കറിങ് സ്കോർ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഒക്കർ ചെയ്യുന്ന, ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് ഒക്കർ ചെയ്യുന്ന ഡാറ്റ ഏതോ, വാല്യൂ ഏതോ, അതാണ് എന്ത്, മോഡ് എന്ന് പറയുന്നത്. ഫോർ ഡിസ്ട്രിബ്യൂഷൻസ് ദാറ്റ് ഹാവ് സെവറൽ പീക്സ് ദ മോഡ് മേ ബി ദ പ്രിഫേർഡ് മെഷേഴ്സ്. അപ്പം സെവറൽ പീക്സ് വരുന്ന ഡാറ്റാസ് ആണെന്നുണ്ടെങ്കിൽ, അപ്പം പീക്സ് വരുന്ന ഡാറ്റാസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, അവിടെ മോഡ് യൂസ് ചെയ്യാം. മേ ബി എന്നേ പറയുന്നുള്ളൂ, അതും യൂസ് ചെയ്യുമെന്ന് ഉറപ്പായിട്ട് പറയുന്നില്ല. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഓൾ ഡാറ്റ പോയിന്റ്സ്. എല്ലാ ഡാറ്റ പോയിന്റ്സും നമ്മളുടെ മോഡ് എന്ത് ചെയ്യുന്നില്ല, ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പം വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇപ്പം 1 2 2 3 4 5 സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മോഡ് ഏതാ വരിക, ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് ഒക്കർ ചെയ്യുന്നത് ഏതാ, 2. അപ്പോൾ ഇതാണ് നമ്മളുടെ മോഡായിട്ട് വരുന്നത്. ജസ്റ്റ് ഇതാണ് നമ്മളുടെ സെൻട്രൽ ടെൻഡൻസീസിൻ്റെ 3 മെഷേഴ്സായിട്ട് വരുന്നത്. ഇനി നമുക്ക് നോക്കാം അല്ലേ, നമ്മളുടെ ഫസ്റ്റ് PYQ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. 2024 ചോദിച്ച ചോദ്യം. ഏതൊക്കെയാണ് വന്നിരിക്കുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നുണ്ട്, ക്വാർട്ടൈൽ ഡീവിയേഷൻ വരുന്നുണ്ട്, വേരിയൻസ് വരുന്നുണ്ട്, റേഞ്ച് വരുന്നുണ്ട്. മോഡ് എന്താണ്, സെൻട്രൽ ടെൻഡൻസീൻ്റെ ഒരു മെഷറാണ് അല്ലേ. അപ്പോൾ നമ്മളുടെ ആൻസർ ഏതാ, ABDE ഓൺലി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. 2022 ചോദിച്ച ചോദ്യമാണ്. മീഡിയൻ ഇസ് പ്രിഫേർഡ് മെത്തേഡ് ഫോർ ഹൈലി സിസ്റ്റമാറ്റിക് ഡിസ്ട്രിബ്യൂഷൻസ്. ദ മോഡ് ഇസ് മോസ്റ്റ് യൂസ്ഡ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, ഹൈലി സിസ്റ്റമാറ്റിക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഹൈലി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് തന്നെ കാണുമ്പോൾ നിങ്ങൾ ചിലവരെങ്കിലും ഓടിപ്പോയിട്ട് എന്ത് ചെയ്യും, നമ്മളുടെ ഇതുമായിട്ട് സാമ്യമുള്ളത് കൊണ്ട് പോയിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെന്ന് നമ്മൾ പറയും അല്ലേ. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, ഹൈലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, ഹൈലി സിസ്റ്റമാറ്റിക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ്സ് കൺസിഡർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മീഡിയൻ ഇസ് പ്രിഫേർഡ് മെത്തേഡ് ഫോർ ഹൈലി സിസ്റ്റമാറ്റിക് ഡിസ്ട്രിബ്യൂഷൻ. ശരിയാണോ, അല്ല. അത് ഹൈലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനിലാണ് എന്ത്, മീഡിയൻ പ്രിഫർ ചെയ്യുക. ഇനി മോഡ് ഇസ് മോസ്റ്റ് യൂസ്ഡ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസീസ്. മോഡ് മോസ്റ്റ് യൂസ്ഡ് ആണോ, അല്ല. എന്താണ്, ലീസ്റ്റ് യൂസ്ഡ് ആണ് അല്ലേ. അപ്പം നമ്മളുടെ 2 സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മൾ ഇതിന് മുന്നേ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവിടെ കൺഫ്യൂഷൻ വരാതെ ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ട് അത് ശരിയാണോ എന്നായിരിക്കും നിങ്ങളോട് ചോദിക്കുക. അപ്പം നിങ്ങൾ തിയറി പാർട്ട് എന്ത് ചെയ്യുക, വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് നോട്ടീസ് ചെയ്യുക. സിമ്പിളാന്ന് കരുതി വിട്ട് കളയരുത്. നിങ്ങൾ അതിനൊക്കെ കുറച്ചും കൂടി ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്ന പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ കൺഫ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളുടെ ആൻസർ എന്താണ്, വിച്ച് എമംഗ് ദ എബവ് ഇസ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്, ഫോർ ഹൈലി സിസ്റ്റമാറ്റിക് ആണ്, ദ മോസ്റ്റ് യൂസ്ഡ് ആണ്. നമ്മളുടെ ആൻസർ എന്താ വരുന്നത്, നൺ ഓഫ് ദ എബവ്. രണ്ടും എന്തല്ല, ശരിയായ ഉത്തരമല്ല അല്ലേ. ഇത് രണ്ടിൻ്റെ ആൻസർ മീനാണ് വരുന്നത്. മീനാണ് മോസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്ന മെഷറും. കൂടാതെ നമ്മൾ ഹൈലി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസിൽ യൂസ് ചെയ്യുന്നത് ഏതാണ്, മീനാണ് വരുന്നത്. ഇനി തേർഡ് PYQ, ഡാഷ് ഈസ് ദ യൂസ്ഫുൾ ഇൻഡെക്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി വിച്ച് ഈസ് ദ middle most score when all the scores have been ranked. 2025 ചോദിച്ച ചോദ്യമാണ്. അപ്പം നമ്മളുടെ എല്ലാ സ്കോർസും റാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന മിഡിൽ മോസ്റ്റ് സ്കോറിൻ്റെത് ഏതാണെന്നാണ് പറയുന്നത്. മീന് വരുന്നുണ്ട്, മീഡിയൻ വരുന്നുണ്ട്, മോഡ് വരുന്നുണ്ട്, റേഞ്ച് വരുന്നുണ്ട്. ഏതാ ആൻസർ, നിങ്ങൾ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഏതാ വരുന്നത്, മിഡിൽ മോസ്റ്റ് സ്കോർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും, അതെന്താണ്, മീഡിയൻ ആണ് അല്ലേ. അപ്പം അതാണ് നമ്മളുടെ തേർഡ് PYQ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്. കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ ഒരു സ്റ്റേറ്റ്മെന്റ്സ് ആണ് വന്നിരിക്കുന്നത്. 2022 ചോദിച്ച ചോദ്യമാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ദ സെമി ഇന്റർക്വാർട്ടൈൽ റേഞ്ച് മെഷേഴ്സ് ദ സ്പ്രെഡ് ഓഫ് ദ മിഡിൽ 50% ഓഫ് സ്കോർസ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ദ മെഷർ ഓഫ് ഡിസ്പെർഷൻ ഓഫ് റിസൾട്ട്സ് ഫ്രം ദ മീൻ റിസൾട്ട്സ്. എന്താണ്
നമ്മളുടെ ആൻസർ എന്താ വരുന്നത്? സെമീസ് ഇന്റർകോട്ടൈൽ റേഞ്ച് മെഷേഴ്സ് സ്പ്രെഡ് ഓഫ് ദ മിഡിൽ 50% ഓഫ് സ്കോഴ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, സെമി ഇന്റർകോട്ടൈൽ റേഞ്ച് എന്നും പറയും, കോട്ടൈൽ ഡീവിയേഷൻ എന്നും പറയും. അപ്പം നമ്മളുടെ മിഡിലിൽ വരുന്ന സ്കോഴ്സിന്റെ 50% ആണ് എന്ത്? കോട്ടൈൽ ഡീവിയേഷൻ അല്ലെങ്കിൽ സെമി ഇന്റർകോട്ടൈൽ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ്? ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കൂടാതെ ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ദ മെഷർ ഓഫ് ഡിസ്പെർഷൻ ഓഫ് റിസൾട്ട്സ് ഫ്രം ദ മീൻ റിസൾട്ട്. മീനിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുന്നത് മെഷർ ചെയ്യുന്നതാണല്ലോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? കറക്റ്റാണ്. അപ്പം നമ്മളുടെ ആൻസർ എന്ത് വരും? ബോത്ത് 1 and 2, ഓപ്ഷൻ 3. അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. സെൻട്രൽ ടെൻഡൻസീസും മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. EDFIL പ്രൊവൈഡ് ചെയ്യുന്ന എൻലൈറ്റിനെ പറ്റിയിട്ട്, എൻലൈറ്റ് എന്ന് പറയുന്ന കോഴ്സിനെ പറ്റി ഇതിനോടകം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ വാട്സപ്പ് ലിങ്ക് ഉണ്ട്. അതിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അവിടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളുടെ യൂട്യൂബ് ക്ലാസ്സസ്, PYQs, മോക്ക് ടെസ്റ്റ്, വെബിനാർസ്, സ്റ്റഡി നോട്ട്സ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് EDFILന്റെ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്